ഈ ലോകത്തിൽ എത്രയോ ദൈവരൂപങ്ങളുണ്ട് അല്ലേ? എല്ലാം അലങ്കാരപൂർണ്ണമാണ്. രാജഗംഭീരമായ ഭംഗി, സ്വർണ്ണാഭരണങ്ങൾ, പുഷ്പങ്ങൾ, സിംഹാസനങ്ങൾ. എന്നാൽ ഭഗവാൻ മഹാദേവൻ അങ്ങനെയല്ല. മഹാദേവൻ ശ്മശാനത്തിലാണ് ഇരിക്കുന്നത്. ചിതാഭസ്മമാണ് പുരട്ടിയിരിക്കുന്നത്. കഴുത്തിൽ പാമ്പ്, തലയിൽ ഗംഗ, കണ്ണു തുറന്നാൽ അഗ്നി, ശരീരത്തിൽ വസ്ത്രമില്ലാത്തതുപോലും തോന്നും അല്ലേ? ഇതെല്ലാം കണ്ടിട്ട് ചിലർ ചിരിക്കുന്നവരുണ്ട്. ചിലർ പറയും ഇതാണോ ദൈവം, ഇതെന്ത് ദൈവമാണ്? പക്ഷെ അവിടെ നിന്നാണ് ആത്മീയത തുടങ്ങുന്നതെന്ന് പലർക്കും അറിയില്ല. ശിവൻ്റെ ഓരോ ഭാഗവും ഒരു ചിഹ്നം, ഒരു സന്ദേശം, ഒരു ജീവിത പാഠങ്ങളാണ്. ഭഗവാൻ മഹാദേവൻ ഒരിക്കലും പുറത്ത് കാണിക്കുവാനുള്ള ഒരു ദൈവമല്ല, മനസ്സിലാക്കാനുള്ള ദൈവമാണ്. ഭഗവാന്റെ രൂപം ആദ്യം മുതൽ അവസാനം വരെ മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവനും സത്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ജീവിച്ചിരിക്കുന്ന ഗ്രന്ഥം തന്നെയാണ്. ആദ്യം ഭഗവാന്റെ ശരീരത്തിൽ പുരട്ടിയിരിക്കുന്ന ചിതാഭസ്മം, അതെന്താണ്? അത് ഒരു ഭംഗിക്ക് വേണ്ടിയാണോ? അല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതെല്ലാം അവസാനിക്കും. നമ്മൾ ഇപ്പോൾ അഭിമാനിക്കുന്ന നമ്മുടെ ശരീരം, സൗന്ദര്യം, പണം, സ്ഥാനം, ഇതെല്ലാം ഒരു ദിവസം ചിതയായിട്ട് മാറും. ആ സത്യം നമ്മൾ മറക്കാതിരിക്കുവാൻ വേണ്ടി ഭഗവാൻ അത് തൻ്റെ ശരീരത്തിൽ തന്നെ ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആരാണ്, ഞാൻ എന്താണ് പിടിച്ചു നിൽക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുന്നവർക്ക് ഭഗവാൻ ഒരിക്കലും പേടിപ്പിക്കുന്ന ഒരു ദൈവമല്ല, ഉണർത്തുന്ന ദൈവമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ പാമ്പ് എന്താണ് സൂചിപ്പിക്കുന്നത്? ഭയം, വിഷം, അഹങ്കാരം, ആക്രോശം, മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ള ആ വിഷ സ്വഭാവങ്ങളാണത്. പക്ഷേ മഹാദേവൻ അതിനെ കഴുത്തിൽ ധരിക്കുന്നത്, അതിൻ്റെ അർത്ഥം, എനിക്ക് എൻ്റെ ഉള്ളിലെ വിഷം അറിയാം, പക്ഷെ അത് എന്നെ നിയന്ത്രിക്കുന്നില്ല, ഞാൻ അതിനെ നിയന്ത്രിക്കുകയാണ്. ഇതാണ് ആത്മനിയന്ത്രണം. അതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ആ പാമ്പിനെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്, അലങ്കാരമായി ധരിച്ചിരിക്കുന്നത്. അടുത്തത് ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ്. ഇതൊരു അത്ഭുത കഥയൊന്നുമല്ല, ഇതൊരു വലിയ സത്യമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട സത്യമാണ്. 2 കണ്ണുകൾ ലോകം കാണുവാൻ വേണ്ടിയാണ്, മൂന്നാമത്തെ കണ്ണ് സത്യത്തെ അറിയാൻ വേണ്ടിയാണ്. മനുഷ്യർ പലപ്പോഴും പുറമേയുള്ളതിൽ കുടുങ്ങിപ്പോകുകയാണ്. പക്ഷേ മഹാദേവൻ പറയുന്നു, ആന്തരിക സത്യം കാണണം. അതാണ് ജ്ഞാനം. അത് തുറന്നു കഴിഞ്ഞാൽ അജ്ഞാനം കത്തിപ്പോകും. അതുകൊണ്ടാണ് മൂന്നാം കണ്ണ് അഗ്നിയായിരിക്കുന്നത്. ഇത് ഭീഷണിയല്ല, ഇത് ശുദ്ധീകരണമാണ്. പിന്നെ തലയിൽ ഗംഗ ഒരു നദി മാത്രമല്ല, അത് ജ്ഞാനത്തിൻ്റെ ഒഴുക്കാണ്. മനസ്സിൽ ഒഴുകുന്ന ചിന്തകൾ അതെങ്ങോട്ട് പോകുന്നു, അത് നിയന്ത്രിക്കാൻ പറ്റാത്ത പക്ഷം ജീവിതം തകർന്നു പോകും. പക്ഷേ മഹാദേവൻ ആ ഗംഗയെ തലയിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം, എൻ്റെ ചിന്തകൾ എനിക്ക് കീഴിലാണ്, എൻ്റെ നിയന്ത്രണത്തിലാണ്. ഇത് മനസ്സിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. പിന്നെ ഭഗവാന്റെ വാസസ്ഥലം ശ്മശാനമാണ്. ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലം, എല്ലാവർക്കും പേടിയുള്ള ഒരു സ്ഥലം. പക്ഷേ മഹാദേവൻ അവിടെ താമസിക്കുന്നു. എന്തിനാണ്? കാരണം അവിടെ മാത്രമാണ് സത്യം നഗ്നമായി നിൽക്കുന്നത്. പണമില്ല, സ്ഥാനമില്ല, വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെ. അതാണ് ഭഗവാന്റെ ലോകം. അവിടെ അഹങ്കാരത്തിന് സ്ഥാനമില്ല. അതുകൊണ്ടാണ് മഹാദേവനെ അഹങ്കാരനാശകൻ എന്ന് പറയുന്നത്. പിന്നീട് ഭഗവാന്റെ വസ്ത്രം, കുറച്ച് വസ്ത്രം മാത്രമേ ഉള്ളൂ. ഇത് ദാരിദ്ര്യം കൊണ്ടില്ല, ഇതൊരു പ്രഖ്യാപനമാണ്, എനിക്കൊന്നും വേണ്ട. ഇത് വൈരാഗ്യ മനോഭാവമാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവർ ഭഗവാനെ പരിഹസിക്കും, പക്ഷേ മനസ്സിലാക്കുന്നവർ ഭഗവാനെ പ്രണാമം ചെയ്യും. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഭഗവാന്റെ രൂപം ഒരു ഭീകര രൂപമല്ല, അതൊരു പരിപൂർണമായ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു മാപ്പ് തന്നെയാണ്. ജനനം മുതൽ മരണം വരെ, അഹങ്കാരം മുതൽ മോക്ഷം വരെ എല്ലാം അതിലുണ്ട്. പക്ഷേ ഇന്നത്തെ ലോകത്ത് നമ്മൾ പുറമേയുള്ള സൗന്ദര്യത്തെയാണ് കാണുന്നത്, ആത്മീയതയുടെ ആഴം കാണുന്നില്ല.
അതുകൊണ്ടാണ് ഭഗവാനെ പലരും തെറ്റിദ്ധരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ശിവൻ നമ്മളെപ്പോലെ ഉള്ളവരെ സ്വീകരിക്കുന്ന ദൈവമാണ്. നമ്മൾ നല്ലവരായാലും മോശമായാലും ഭഗവാൻ നമ്മളെ തള്ളിക്കളയുന്നില്ല. ഭഗവാൻ പറയുന്നത് ഒന്ന് മാത്രമാണ്, നിൻ്റെ ഉള്ളിലേക്ക് നീ നോക്ക്. അതുകൊണ്ടാണ് ശിവഭക്തി പലർക്കും ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അതൊരു ആചാരമല്ല, ഒരു അനുഭവമാണ്. ഭഗവാനോട് നമ്മൾ കാണിക്കുന്ന ഭക്തി. നമ്മൾ ശിവൻ്റെ രൂപം കാണുമ്പോൾ ചിരിക്കുന്നതിന് പകരം ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം, ഇതെന്താണ് പറയുന്നത്? ഭഗവാന്റെ രൂപം കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ നിന്നാണ് നമ്മുടെ ജീവിതം മാറുന്നത്. ഇത് മനസ്സിലാക്കുന്നവർക്ക് ഭഗവാൻ ഒരു ദൈവം മാത്രമല്ല, ഒരു ഗുരുവാണ്, ഒരു വഴിയാണ്, ഒരു സത്യമാണ്, എല്ലാമാണ്, ജീവിത യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഭഗവാന്റെ രൂപം കണ്ടിട്ട് പരിഹസിക്കുന്നവരോട് നമ്മൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർ കാണുന്നത് രൂപം മാത്രമാണ്, നമ്മൾ കാണുന്നത് സത്യമാണ്. അതുകൊണ്ട് ശാന്തമായി ചിരിച്ചു തള്ളിക്കളഞ്ഞേക്കുക ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെ. കാരണം ഒരു ദിവസം അവർക്ക് പോലും അത് മനസ്സിലാകും. ഭഗവാൻ ആരെയും ബലമായി മാറ്റുന്ന ഒരു ദൈവമല്ല. ഭഗവാൻ കാത്തിരിപ്പ് കൊടുക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ തയ്യാറായ ഒരൊറ്റ നിമിഷം മതി മാറാൻ. ആ നിമിഷത്തിലാണ് ജീവിതം മാറുന്നത്. അതാണ് മഹാദേവൻ. ഭഗവാനെ ഒരാൾ പുറമേ കാണുമ്പോൾ വിചിത്രമെന്ന് തോന്നാം, പക്ഷേ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോഴാണ് അതൊരു അതിഗംഭീരമായ ജീവിത പാഠമാണെന്ന് മനസ്സിലാകുന്നത്. ഇനി കുറച്ചുകൂടി ആഴത്തിൽ പോയാൽ ഭഗവാന്റെ കയ്യിലുള്ളത് ത്രിശൂലമാണ്. ത്രിശൂലം ഒരു ആയുധം മാത്രമല്ല, അത് 3 ശക്തികളെ സൂചിപ്പിക്കുന്നതാണ്: ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. മനുഷ്യ ജീവിതം മുഴുവനും ഈ 3 കാര്യങ്ങളിലാണല്ലോ നടക്കുന്നത്, അല്ലേ? നമുക്ക് എന്തെങ്കിലും ആഗ്രഹം വരും, അതാണ് ഇച്ഛാശക്തി. അത് ചെയ്യാൻ ശ്രമിക്കും, അതാണ് ക്രിയാശക്തി. അതിൽ നിന്ന് പഠിക്കും, അതാണ് ജ്ഞാനം. പക്ഷേ ഈ 3 ശക്തികളും ശരിയായ രീതിയിൽ ബാലൻസ് ഇല്ലെങ്കിൽ ജീവിതം തകർന്നു പോകും അവിടെ. അതുകൊണ്ടാണ് ഭഗവാൻ അത് തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഭഗവാൻ പറയുന്നത്, നിൻ്റെ ആഗ്രഹവും പ്രവൃത്തിയും ജ്ഞാനവും എല്ലാം നിയന്ത്രണത്തിൽ വയ്ക്കണം. ഇത് മനസ്സിലായാൽ ജീവിതം തന്നെ മാറും. പിന്നെ ഭഗവാന്റെ ഡമരു. ഭഗവാന്റെ കയ്യിൽ ചെറിയൊരു വാദ്യം ഉണ്ടല്ലേ. പലർക്കും അത് ഒരു ഡെക്കറേഷൻ പോലെ തോന്നും, പക്ഷെ അത് സൃഷ്ടിയുടെ ശബ്ദമാണ്. ഈ ലോകം മുഴുവനും വൈബ്രേഷനാണ്, ഒരു ശബ്ദമാണ്. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും ഒരു ശക്തിയാണ്. അതുകൊണ്ട് സൃഷ്ടിക്കാനും കഴിയും, നശിപ്പിക്കാനും കഴിയും. അതുകൊണ്ടാണ് ഭഗവാൻ ഡമരു പിടിച്ചിരിക്കുന്നത്. ഭഗവാൻ നമ്മളോട് പറയുന്നത്, നിൻ്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഇതൊരു സാധാരണ ഉപദേശമല്ല, ജീവിതം തന്നെ മാറ്റുന്ന ഒരു സത്യമാണ്. ഇനി നോക്കിയാൽ ഭഗവാന്റെ കഴുത്ത് നീലകണ്ഠനാണ്. ഭഗവാൻ വിഷം കുടിച്ചു, പക്ഷെ അത് പുറത്തേക്ക് വിടാതെ ഉള്ളിൽ പിടിച്ചു നിർത്തി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ വിഷമമുള്ള അനുഭവങ്ങൾ വരും, വേദന വരും, ദുഃഖം വരും, വഞ്ചനയുണ്ടാകും. അത് നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. പക്ഷേ അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വിഷമായി പുറത്തു വന്നാൽ അത് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഭഗവാൻ പഠിപ്പിക്കുന്നത്, വേദനയെ വിഷമാക്കി പകരരുത്, അതിനെ ജ്ഞാനമാക്കി മാറ്റണം. ഇതാണ് യഥാർത്ഥ ആത്മീയത. ഇത് ചെയ്യുന്നവരാണ് മഹാന്മാർ. ഇനി ഭഗവാന്റെ നൃത്തം, താണ്ഡവം. പലർക്കും അതൊരു കോപനൃത്തം പോലെ തോന്നും, പക്ഷേ അത് ഒരു കോസ്മിക് ഡാൻസാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ ലോകത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം സ്ഥിരമല്ല. അത് നമ്മൾ സമ്മതിക്കാത്തപ്പോൾ വേദനയുണ്ടാകും. പക്ഷേ ഭഗവാൻ നൃത്തം ചെയ്യുന്നു. ഭഗവാൻ ആ മാറ്റത്തെ ആഘോഷിക്കുകയാണ്. ഭഗവാൻ നമ്മളോട് പറയുന്നത്, മാറ്റത്തെ പേടിക്കരുത്, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മാറ്റത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കരുത്. ഇത് മനസ്സിലാക്കുന്നവർക്ക് പ്രശ്നങ്ങൾ പോലും ഒരു അവസരമായിട്ടാണ് തോന്നുന്നത്. ഇനി നോക്കിയാൽ ഭഗവാന്റെ കൂട്ടുകാരാരാണ്? ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചുകൾ. ഇത് കേട്ടാൽ തന്നെ ചിലർക്ക് പേടിയുണ്ടാകും. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ്? സമൂഹം തള്ളിയവരെ, ലോകം നിരസിച്ചവരെ, ആരും സ്വീകരിക്കാത്തവരെ ഭഗവാൻ സ്വീകരിക്കുന്നു. ഭഗവാൻ പറയുന്നത്, നീ ആരായാലും തന്നെ ഞാൻ നിന്നെ തള്ളിക്കളയില്ല. ഇതേപോലൊരു കരുണയും ഏത് ദൈവങ്ങൾക്കാണ് ഉള്ളത്? ഇതുപോലൊരു സ്വീകാര്യം ഇത് എവിടെയുണ്ട്? അതുകൊണ്ടാണ് ഭഗവാൻ ഭോലേനാഥൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഭഗവാൻ ഒരു സങ്കീർണനായ ദൈവമല്ല, വളരെ സിമ്പിളാണ്. പക്ഷേ ആ സിമ്പിൾസിറ്റിയുടെ പിന്നിൽ ഒരു അതിഗംഭീരമായ സത്യമുണ്ട്.
ഇനി വലിയൊരു സത്യം ഞാൻ പറയാം. ഭഗവാൻ ഒരു ദൈവം മാത്രമല്ല, ഭഗവാൻ ഒരു അവസ്ഥയാണ്. അഹങ്കാരമില്ലാത്ത അവസ്ഥ, ആഗ്രഹങ്ങൾ കുറയുന്ന ഒരവസ്ഥ, ആന്തരിക ശക്തി നിറയുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യൻ തന്നെ ശിവമാകുന്നു. അതിനാലാണ് പറയുന്നത് ശിവോഹം, ഞാൻ ശിവനാണ്. ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അത് അനുഭവം കൊണ്ടുവരുന്ന ഒരു സത്യമാണ്. പക്ഷേ ഇന്നത്തെ ലോകത്ത് നമ്മൾ ശിവനെ ആരാധിക്കുന്നുണ്ട്, പക്ഷേ അവൻ്റെ ആ സന്ദേശങ്ങളെ മറക്കുകയാണ്. ഭഗവാന്റെ രൂപം കാണുന്നു, പക്ഷേ അതിൻ്റെ അർത്ഥം അന്വേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ മാറ്റം വരാത്തത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം പോരാ, ഭഗവാനെ മനസ്സിലാക്കണം. ഓരോ ചിഹ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കണം. അപ്പോഴാണ് ശിവശക്തി ഫലപ്രദമാകുന്നത്. ഇനി ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്ക്. നമ്മൾ ദിവസവും മിറർ നോക്കുന്നില്ലേ, കണ്ണാടി നോക്കുന്നില്ലേ? പക്ഷേ ഒരിക്കലെങ്കിലും ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടോ? ഭഗവാൻ അതാണ് നമ്മളോട് പറയുന്നത്. പുറത്ത് നോക്കുന്നത് നിർത്തി നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്ക്. അവിടെ തന്നെയാണ് എല്ലാ ഉത്തരങ്ങളും ഉള്ളത്. അവിടെ തന്നെയാണ് ശാന്തി ഉള്ളത്. അവിടെ തന്നെയാണ് ഭഗവാന്റെ ആ ഒരു സാന്നിധ്യമുള്ളത്. അതുകൊണ്ട് ഭഗവാന്റെ രൂപം കണ്ടിട്ട് ചിരിക്കുന്നവരെ കണ്ടാൽ നമ്മൾ അവരെ വെറുക്കേണ്ടതില്ല. കാരണം അവർ ഇനിയും ആ സത്യത്തിലേക്ക് എത്തിയിട്ടില്ല. അവരിപ്പോഴും പുറമേ കാണുന്ന ആ ലോകത്തിലാണ്. പക്ഷെ ഒരു ദിവസം ഈ ജീവിതം അവരെ പഠിപ്പിക്കും, വേദനയിലൂടെയോ അനുഭവങ്ങളിലൂടെയോ. അപ്പോഴാണ് ഭഗവാനെ അവർ തേടുന്നത്. അപ്പോൾ ഈ രൂപം അവർക്ക് ഭയമുണ്ടാക്കുന്നതായിരിക്കില്ല, അവർക്കൊരു ആശ്വാസമാകും. അതുതന്നെയാണ് ഭഗവാന്റെ മഹത്വം. അവർ ആദ്യം മനസ്സിലാക്കുന്നില്ല, പക്ഷെ ഒരിക്കൽ മനസ്സിലായി കഴിഞ്ഞാൽ മറ്റൊന്നും വേണ്ടെന്ന് തോന്നും. അതുകൊണ്ട് ഇനി മുതൽ ഭഗവാന്റെ രൂപം കാണുമ്പോൾ ആരായാലും ഒരു നിമിഷം ചിന്തിക്കണം, ശാന്തമായി നോക്കണം. അത് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കണം. അവിടെ നിന്നാണ് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അവിടെ നിന്നാണ് മനുഷ്യൻ എന്നതിൽ നിന്നും ശിവം എന്ന നിലയിലേക്ക് ഉയരുന്നത്. അതാണ് ഭഗവാൻ മഹാദേവൻ്റെ ആ രൂപത്തിൻ്റെ രഹസ്യം. അങ്ങനെ നോക്കുമ്പോൾ ശിവൻ്റെ രൂപം ഒരു ദൈവത്തിൻ്റെ അലങ്കാരമല്ല, മനുഷ്യൻ്റെ ഉള്ളിലെ യാത്രയെ മുഴുവനായി തുറന്നു കാണിക്കുന്ന ഒരു ജീവനുള്ള ഉപദേശമാണ് മഹാദേവൻ. ഇനി കുറച്ച് ആഴത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കിയാൽ, ശിവൻ ഇരിക്കുന്ന സ്ഥിതി ധ്യാനമുദ്രയാണ് അല്ലേ? അവൻ എല്ലായ്പ്പോഴും ശാന്തമായിട്ടിരിക്കുകയാണ്, കണ്ണടച്ചോ അല്ലെങ്കിൽ അർത്ഥമായിട്ട് തുറന്നോ. ഇതൊരു പോസല്ല, ഇതൊരവസ്ഥയാണ്. പുറത്ത് എത്ര കലഹങ്ങളുണ്ടായാലും എത്ര പ്രശ്നങ്ങളുണ്ടായാലും അകത്ത് ശാന്തി നിലനിർത്തുന്ന ഒരവസ്ഥയാണത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും മനസ്സ് കുലുങ്ങും, ചിന്തകൾ പാഞ്ഞോടും. പക്ഷേ അവൻ അചഞ്ചലനാണ്. ഭഗവാൻ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ശാന്തി പുറത്തുള്ള സാഹചര്യങ്ങളിലെ ആശ്രയിക്കരുത്. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം എളുപ്പമാകും. ഇനി അർദ്ധനാരീശ്വര രൂപം. ഭഗവാനും ശക്തിയും ശിവനും ശക്തിയും പുരുഷനും സ്ത്രീയും ഇരുവരും ഒരേ ശരീരത്തിലാണ്. ഇത് ഒരു കഥയിലെ വായിച്ചു മറക്കേണ്ട കാര്യമല്ല, ഇത് ഒരു ആഴത്തിലുള്ള സത്യമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ പുരുഷ സ്വഭാവവും സ്ത്രീ സ്വഭാവവുമുണ്ട്. തർക്കം, കരുണ, ശക്തി, സൗമ്യത, ഇവ രണ്ടും ബാലൻസ് ആയാൽ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ. പക്ഷേ പലർക്കും ഇത് ഇംബാലൻസ് ആണ്. അതുകൊണ്ടാണ് ഉള്ളിൽ ഒരു സംഘർഷമുണ്ടാകുന്നത്. ഭഗവാൻ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെ രണ്ട് ശക്തികളെയും അംഗീകരിക്കണം, അവയെ ഒരുമിപ്പിക്കണം. ഇത് മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ഹാർമണി വരും. ഇനി നന്ദിദേവൻ, ഭഗവാന്റെ മുന്നിലിരിക്കുന്ന ഒരു കാളയാണതല്ലേ? നന്ദിദേവൻ ഒരു വാഹനം മാത്രമല്ല, ധൈര്യവും വിശ്വാസവും സ്ഥിരതയും ഇതിൻ്റെയൊക്കെയും പ്രതീകമാണത്. നന്ദിദേവൻ എപ്പോഴും ഭഗവാനെ നോക്കിയാണ് ഇരിക്കുന്നത്. ഒരിക്കലും നന്ദിദേവൻ തിരിഞ്ഞു നോക്കുന്നില്ല, അവിടെ നിന്ന് മാറിപ്പോകുന്നില്ല. ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് മാറിപ്പോകരുത്. ഇത് തന്നെയാണ് ഡിവോഷൻ, ഇത് തന്നെയാണ് ഫോക്കസ്. ഇത് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒരു സ്ഥിരതയുണ്ടാകില്ല. ഇനി ഭഗവാന്റെ തലയിലിരിക്കുന്ന ചന്ദ്രൻ, ഭഗവാന്റെ ജടയിൽ അർദ്ധചന്ദ്രനുണ്ട്. ഇതെന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത്? കാലചക്രമാണ്. ജീവിതത്തിൽ വളർച്ചയും കുറവും ഉണ്ടാകും. ഒരിക്കൽ നമ്മൾ ഉയരും, ഒരിക്കൽ താഴും.
പക്ഷേ ഇത് സ്ഥിരമല്ല. ഇത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അത് തലയിൽ ധരിക്കുന്നത്. അതുവഴി ഭഗവാൻ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ നിങ്ങളുടെ മേൽ കയറിയിരിക്കരുത്, നിങ്ങൾ അതിൻ്റെ മേലിരിക്കണം. ഇത് മനസ്സിലായാൽ ഒന്നും നമ്മളെ തകർക്കില്ല. ഇനി ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. ഭഗവാൻ ഒരിക്കലും പരിപൂർണമായ ഒരു മനുഷ്യനായി കാണിക്കപ്പെടുന്നില്ല. ഭഗവാൻ അസാധാരണമായ സത്യമായിട്ടാണ് കാണിക്കപ്പെടുന്നത്. ഭഗവാന്റെ രൂപം സാധാരണ സൗന്ദര്യത്തിൻ്റെ ഒരു ഡെഫിനിഷനെ പോലും തകർക്കുന്നതാണ്. അതുകൊണ്ടാണ് ചിലർ അത് കാണുമ്പോൾ അസ്വസ്ഥത അനുഭവിക്കുന്നത്. കാരണം അത് അവരുടെ ഒരു കംഫർട്ട് സോണെ തകർക്കുന്നതാണ്. പക്ഷെ അതാണ് ആവശ്യം. ഒരു മനുഷ്യൻ വളരാൻ അവൻ തൻ്റെ പഴയ ധാരണകളെ തകർക്കണം. ഭഗവാൻ അതുതന്നെയാണ് ചെയ്യുന്നത്. ഭഗവാൻ നമ്മളെ ചലഞ്ച് ചെയ്യുന്നു. നീ കാണുന്നത് മാത്രം സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം തന്നെ ആത്മീയതയുടെ ഒരു തുടക്കമാണ്. ഇനി മറ്റൊരു ആഴത്തിലുള്ള സത്യം, ഭഗവാൻ അവസാനത്തിൻ്റെ ദൈവം എന്ന് പലരും പറയുന്നു, സംഹാരത്തിൻ്റെ ദേവനെന്ന്. സംഹാരം, പക്ഷേ അത് ഭയപ്പെടേണ്ട ഒന്നല്ല. കാരണം ഓരോ അവസാനം ഒരു പുതിയ തുടക്കത്തിനുള്ള വാതിലാണ്. ഒരു പഴയ ചിന്ത അവസാനിക്കുമ്പോൾ ഒരു പുതിയ ബോധം തുടങ്ങും അവിടെ നിന്ന്. ഒരു പഴയ ജീവിതം അവസാനിക്കുമ്പോൾ ഒരു പുതിയ വഴിക്ക് തുടക്കം കിട്ടും. അതുകൊണ്ടാണ് ഭഗവാൻ സംഹാരകനാകുന്നത്. അവൻ നശിപ്പിക്കുന്നത് നമ്മളെ തടഞ്ഞു നിർത്തുന്നവയാണ്. അഹങ്കാരം, അജ്ഞാനം, അനാവശ്യ ആഗ്രഹങ്ങൾ, ഇതില്ലാതായാൽ മനുഷ്യൻ സ്വതന്ത്രനാകും. ഇത് മനസ്സിലാക്കാത്തവർക്ക് ശിവൻ ഒരു ഭയമാണ്, പക്ഷേ മനസ്സിലാക്കുന്നവർക്ക് അവൻ മോക്ഷമാണ്. ഇനി നമ്മൾ ഒരു കാര്യം ചോദിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ ശിവനെ കാണുമ്പോൾ എന്തോ ഒരു അട്രാക്ഷൻ അനുഭവിക്കുന്നത്? പല ശിവഭക്തർക്കുമുള്ള ഒരു കാര്യമാണത്. ഭഗവാന്റെ സന്നിധാനത്തിൽ പോകുന്ന സമയങ്ങളിലും അവിടെ പോയി നിന്ന് മതി, കാരണമില്ലാതെ കണ്ണുകൾ നിറയും. ഭഗവാനോട് ഒരാവശ്യങ്ങളുമില്ലാതെ അവിടെ നിന്ന് ആ ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. അത് വെറുതെയല്ല, കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ സത്യമുള്ളത്. ഭഗവാൻ പുറത്തുള്ള ഒരാളല്ല. അവൻ നമ്മുടെ ഉള്ളിലെ ശാന്തിയും നമ്മുടെ ഉള്ളിലെ ബോധവുമാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു വിചിത്രമായ ഒരു ആകർഷണം തോന്നുന്നത്. അത് ഭക്തി മാത്രമല്ല, അതൊരു വിളിയാണ്. വീണ്ടും നിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് നീ മടങ്ങി വാ എന്നൊരു വിളിയാണത്. അതുകൊണ്ടാണ് കണ്ണുകൾ നിറയുന്നത്. ആത്മാവിൻ്റെ കരച്ചിലാണത്. അതുകൊണ്ട് ഈ ലോകത്തിൽ എത്ര തിരക്കുണ്ടായാലും ഒരിക്കലെങ്കിലും നമ്മൾ നിർത്തണം. അത് ശാന്തമായി ഒന്നിരിക്കാൻ ശ്രമിക്കണം. ശ്വാസത്തെ ശ്രദ്ധിക്കണം. ഉള്ളിലേക്ക് നോക്കണം. അവിടെ ഒരു ശബ്ദമില്ലാത്ത ശബ്ദം കേൾക്കും. ആ ഒരു ശാന്തത അനുഭവിക്കാൻ പറ്റും. അതാണ് ഭഗവാൻ മഹാദേവൻ. അവിടെ എത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, ഞാൻ ഇതുവരെ പുറത്താണ് അന്വേഷിച്ചത്, എല്ലാം പക്ഷേ എൻ്റെ ഉള്ളിലായിരുന്നു. ഇതൊരു ആശയം മാത്രമല്ല കൂട്ടുകാരെ, ഇതാണ് അനുഭവം. അത് അനുഭവിച്ചവർക്ക് ഭഗവാന്റെ രൂപം ഇനിയൊരു ചിത്രം മാത്രമോ ഒരു വിഗ്രഹം മാത്രമോ അല്ല, അത് ജീവിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ എന്താണെന്ന് ചോദിച്ചാൽ, ഭഗവാനെ ആരാധിക്കൂ, പക്ഷേ അതിലും പ്രധാനമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭഗവാന്റെ ഓരോ ചിഹ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക. അപ്പോൾ ശിവഭക്തി ഒരു ആചാരമായി നിൽക്കില്ല, അതൊരു ജീവിത മാർഗമായി മാറും. അതുതന്നെയാണ് മഹാദേവൻ്റെ യഥാർത്ഥ അനുഗ്രഹം. എല്ലാവരും ധ്യാനമെടുക്കുക. 5 നിമിഷമെങ്കിലും, ഒരു ദിവസം 5 നിമിഷമെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കുക. നിങ്ങളെ തേടുക. ആ തേടലിൽ നിങ്ങൾക്ക് ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒന്നൊന്നായി ഭഗവാൻ മനസ്സിലാക്കി തരും.